9th സ്റ്റാൻഡേർഡിൻ്റെ മാത്സ് ചാപ്റ്റർ 3 പേജ് നമ്പർ 53-54 ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നമുക്കപ്പോൾ പിക്ചറിലേക്ക് പോകാം. എന്താണ്? ഒരു ട്രയാങ്കിളിനെ മിഡ് പോയിൻറ്റ്സ് ജോയിൻ ചെയ്ത് വെച്ചിട്ട് വേറൊരു സ്മോളർ ട്രയാങ്കിൾ ഉണ്ട്. ഇനി ഇതിൽ നിന്ന് നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഈ സ്മോളർ ട്രയാങ്കിളിൻ്റെ പെരിമീറ്ററിൻ്റെ എത്ര ടൈംസ് ആണ് ലാർജ് ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ. അപ്പോൾ നമുക്ക് രണ്ട് ട്രയാങ്കിളും പെരിമീറ്റർ കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ നമുക്ക് സൈഡ്സ് ഒന്ന് എഴുതി നോക്കാം. ഓക്കെ, ഇനി ഈ സൈഡ്സിൻ്റെ പ്രത്യേകത നമുക്കറിയാം. എന്താണ് പ്രത്യേകത? നമ്മൾ റൂള് പഠിച്ചിട്ടുണ്ട് അല്ലേ. എന്തായിരുന്നു നമ്മുടെ റൂള്? പേജ് 52 റൂള് കൊടുക്കുന്നുണ്ട്. എന്താണ്? ഇൻ എനി ട്രയാങ്കിൾ ദ ലെങ്ത് ഓഫ് ദ ലൈൻ ജോയിനിങ് ദ മിഡ് പോയിൻറ്റ്സ് ഓഫ് ടു സൈഡ്സ് ഈസ് ഹാഫ് ദ ലെങ്ത് ഓഫ് ദ തേർഡ് സൈഡ് അല്ലേ. എന്താണ്? രണ്ട് സൈഡിൻ്റെ മിഡ് പോയിൻറ്റ് ജോയിൻ ചെയ്ത് വരുന്ന ലൈൻ എന്ന് പറയുന്നത് തേർഡ് സൈഡിൻ്റെ ഹാഫാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. തേർഡ് സൈഡിൻ്റെ ഹാഫാണ് എന്ന് പറഞ്ഞാൽ അതിനെ തിരിച്ച് നമ്മൾ എന്തെന്ന് പറയാം? ഈ സൈഡിൻ്റെ 2 ടൈംസ് ആണ് ഈ ലാർജ് സൈഡ് എന്ന് പറയാം അല്ലേ. ഈ സൈഡ് എന്ന് പറയാം. അപ്പോൾ നമ്മൾ ഇവിടെ എ എടുത്തു. ഇതിന് ഈ ഒരു സൈഡ് എ ആണെങ്കിൽ ഈ സൈഡ് എത്രയായിരിക്കും? അപ്പോൾ 2a ആയിരിക്കും അല്ലേ. എന്താ കാരണം? ഈ മിഡ് പോയിൻറ്റ് ജോയിൻ ചെയ്യുന്ന ലൈൻ എന്ന് പറയുന്നത് ഇതിൻ്റെ 2 ടൈംസ് ആയിരിക്കും ഈ തേർഡ് സൈഡ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഓരോ വശത്തിൻ്റെയും അല്ലേ. ഇപ്പോൾ ഇവിടെ ബി ആണ് ഈ ലൈൻ എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ഈ തേർഡ് സൈഡ് എത്രയായിരിക്കും? 2b ആയിരിക്കും. ഇവിടെ സി ആണെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ഈ തേർഡ് സൈഡ് എത്രയായിരിക്കും? 2c ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഓരോ സൈഡുകളും കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? സ്മോളർ ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ കണ്ടുപിടിക്കണം. പെരിമീറ്റർ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? സൈഡ്സുകൾ തമ്മിൽ ആഡ് ചെയ്താൽ മതി അല്ലേ നമുക്ക്. അപ്പോൾ സ്മോളർ ട്രയാങ്കിളിൻ്റെ സൈഡ് ഏതാ? ABC ആണ്. അപ്പോൾ എങ്ങനെ എഴുതാം? പെരിമീറ്റർ ഓഫ് ദ സ്മോൾ ട്രയാങ്കിൾ ഈക്വൽ ടു A + B + C അല്ലേ. ഇനി ലാർജ് ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ ഈക്വൽ ടു ഏതാണ് സൈഡുകൾ? 2A 2B 2C അല്ലേ. അപ്പോൾ ഇത് ആഡ് ചെയ്യുമ്പോൾ ഇതിൽ നമുക്ക് ഈ 2 കോമൺ ആയിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ കോമൺ ആയിട്ടുള്ളതിനെ നമ്മൾ പുറത്തേക്ക് എടുത്തു, 2 എന്ന് എടുത്തു. അപ്പോൾ ബാക്കി ഇവിടെ ഏതാ എടുക്കുക? A + B + C. ഇനി ഇത് തമ്മിൽ നോക്കി നോക്കിയേ, രണ്ടും കണ്ടോ പെരിമീറ്ററിൻ്റെ ഒരേപോലെ ഇരിക്കണം അല്ലേ. അപ്പോൾ ഈ സ്മോളർ ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ × 2 ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഇതിൻ്റെ 2 ടൈംസ് ആണ് എന്ത്? ലാർജ് ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ. അപ്പോൾ എങ്ങനെ എഴുതാം? therefore പെരിമീറ്റർ ഓഫ് ദ ലാർജ് ട്രയാങ്കിൾ ഈസ് 2 ടൈംസ് ദ പെരിമീറ്റർ ഓഫ് ദ സ്മോൾ ട്രയാങ്കിൾ. ഇനി നെക്സ്റ്റ് എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഏരിയ അല്ലേ. വാട്ട് അബൌട്ട് ദെയർ ഏരിയാസ്? ഏരിയാസിന് എന്താണ് പ്രത്യേകത? അപ്പം നമ്മൾ ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കണ്ടേ. ഇനി അപ്പോൾ ഇതിൻ്റെ ഏരിയയ്ക്ക് എന്താണ് പ്രത്യേകത എന്ന് നോക്കിയേ. ഇങ്ങനെ മിഡ് പോയിന്റുകൾ ജോയിൻ ചെയ്ത് വരുന്ന സ്മോൾ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താ? ഇതിൽ വരുന്ന ഓരോ ട്രയാങ്കിളും അല്ലേ, ഓരോ പാർട്ടും ഈക്വൽ ആയിരിക്കും, എല്ലാ പാർട്ടും തുല്യമായിരിക്കും അല്ലേ. അപ്പോൾ അതിലത്തെ ഈ സ്മോളർ ഏരിയ എന്ന് പറയുമ്പോൾ ഇത് എന്തായിരിക്കും? ടോട്ടൽ എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 1 2 3 4 ട്രയാങ്കിൾ ഉണ്ട് അല്ലേ. അപ്പോൾ 4ലെ ഒരു ഭാഗമാണ് എന്ത് വരുന്നത്? സ്മോളർ ഏരിയ അല്ലേ. സ്മോളർ ട്രയാങ്കിളിൻ്റെ ഏരിയ വരുന്നത്. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ എഴുതാം? ഹിയർ ഓൾ ദ 4 ട്രയാങ്കിൾസ് ആർ ഈക്വൽ. ഏരിയ ഓഫ് സ്മോളർ ട്രയാങ്കിൾ ഈക്വൽ ടു എന്താണ്? ഏരിയ ഓഫ് ലാർജ് ട്രയാങ്കിളിൻ്റെ 1/4 ആണ് അല്ലേ. അതായത് ലാർജ് ട്രയാങ്കിളിൻ്റെ 4ൽ ഒരു ഭാഗമാണ്. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? therefore ഏരിയ ഓഫ് ലാർജ് ട്രയാങ്കിൾ ഈസ് ഏരിയ ഓഫ് ലാർജ് ട്രയാങ്കിൾ എന്ന് പറയുന്നത് 4 ടൈംസ് ദ ഏരിയ ഓഫ് ദ സ്മോൾ ട്രയാങ്കിൾ. സ്മോളർ ട്രയാങ്കിളിൻ്റെ 4 ടൈംസ് ആണെന്ന് പറയാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇവിടെ 3 പിക്ചേഴ്സ് തന്നിട്ടുണ്ട് അല്ലേ. ഇതാണ് നമ്മുടെ ഒറിജിനൽ അല്ലേ, ഫസ്റ്റ് പിക്ചർ. ഇതിൽ നിന്നും ഒരു പോർഷൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, പിന്നെ ഇതിൽ നിന്നും വീണ്ടും അതിനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇല്ലേ. ഇനി ഇതിനെ എങ്ങനെയാണ് നമുക്ക്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ വരുന്നത്? ഏരിയ ഓഫ് ദ പേപ്പർ ഇൻ ദ സെക്കൻഡ് പിക്ചർ അല്ലേ. സെക്കൻഡ് പിക്ചറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇതിൽ എന്താ ചെയ്തിരിക്കുന്നത്? ഫസ്റ്റ് പിക്ചറിന് നമ്മൾ കട്ട് ചെയ്തിട്ടാണ് അല്ലേ സെക്കൻഡ് പിക്ചർ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഏരിയ എന്ന് പറയുന്നതിലത്തെ ഒരു പീസ് കട്ട് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ എത്ര പീസ് ഉണ്ട്? 4 പീസ് ഉണ്ട് അല്ലേ. അപ്പോൾ ഈ 4 എന്ന് പറയുന്നതാണ് എന്ത്? ഒറിജിനലി ഫസ്റ്റ് പിക്ചർ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ 4ലെ 1 പീസ് കട്ട് ചെയ്ത് പോയി എന്ന് പറയുമ്പോൾ ബാക്കി എത്ര ഉണ്ട്? 3 ആണുള്ളത് അല്ലേ. അപ്പോൾ ഇതെങ്ങനെ എഴുതാം? ഏരിയ ഓഫ് ദ പേപ്പർ ഇൻ ദ സെക്കൻഡ് പിക്ചർ ഈക്വൽ ടു എന്ത് വന്നു? 3/4 ഓഫ് ദ ഏരിയ ഓഫ് ദ പേപ്പർ ഇൻ ദ ഫസ്റ്റ് പിക്ചർ അല്ലേ. അതായത് 4 അല്ലേ. ഫസ്റ്റ് പിക്ചറിൻ്റെ ഏരിയയിലെ 3/4 ഭാഗമാണ് എന്ത്?
സെക്കൻഡ് പിക്ചറിലത്തെ പേപ്പറിൻ്റെ ഏരിയ. ഓക്കെ, ഇനി നെക്സ്റ്റ് തേർഡ് പിക്ചറിൻ്റെ ഏരിയ എങ്ങനെയാണെന്ന് അല്ലേ. തേർഡ് പിക്ചറിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ ഈ ഫസ്റ്റ് പിക്ചറിനെ എത്രയായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കണം ആദ്യം അല്ലേ. അപ്പോൾ ഇവിടെ ഓരോ പീസുകളായിട്ട് എത്ര പീസുകൾ ഡിവൈഡ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടോ. ഇതുപോലെ ഒരു പീസ് ഇവിടെയുണ്ട് കണ്ടോ, ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു പീസിനെ എത്ര പോർഷനായിട്ടാണ് 1 2 3 4 അല്ലേ. അപ്പോൾ ഇവിടെ ഒരു 4 പീസ്, ഇവിടെയും 4, ഇവിടെ 4 പീസ് ഉണ്ടാവും അല്ലേ. കട്ട് ചെയ്ത് ഫുള്ള് പോയി എന്നുള്ളൂ. ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. അപ്പോൾ ടോട്ടൽ എത്ര പോർഷനായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഇവിടെ എത്ര എണ്ണം ഉണ്ടെന്ന് പറഞ്ഞത് 4 പീസ് വെച്ചിട്ട് 4 ട്രയാങ്കിൾസ് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ എത്ര വരും 4 × 4 16 ട്രയാങ്കിൾസ് ആയിട്ടാണ്, ടോട്ടൽ 16 ട്രയാങ്കിൾസ് ആയിട്ടാണ് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി ഇതിലത്തെ കട്ട് ചെയ്ത് മാറ്റിയിരിക്കുന്നത് എത്രയാണ്? കട്ട് ചെയ്ത് മാറ്റിയിരിക്കുന്നത് എത്രയാണെന്ന് എങ്ങനെയാണ് അറിയാൻ പറ്റുക? നോക്കി നോക്കുക. എത്രയാ? ഇവിടെ 3 എണ്ണം, ഇവിടെ 3 എണ്ണം, ഇവിടെ 3 എണ്ണം, ബാക്കിയുള്ളത് ഫുള്ള് കട്ട് ചെയ്ത് മാറ്റിയിരിക്കുക. അപ്പോൾ എത്രയാ? 3 + 3 + 3 9. അപ്പോൾ 9 ട്രയാങ്കിൾസ് ആണ് ഇവിടെ ഉള്ളൂ, ബാക്കി ഫുള്ള് കട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എത്രയാണ്? 16ൽ 9 ട്രയാങ്കിൾസ് ആണ് ഏതിന്? ഈ തേർഡ് പിക്ചറിന് വരുന്നത് അല്ലേ. അപ്പോൾ എങ്ങനെ എഴുതാം? ഏരിയ ഓഫ് ദ പേപ്പർ ഇൻ ദ തേർഡ് പിക്ചർ ഈക്വൽ ടു 9/16 ഓഫ് ദ പേപ്പർ ഇൻ ദ ഫസ്റ്റ് പിക്ചർ. തേർഡ് ക്വസ്റ്റ്യൻ. ഇവിടെ എന്ത് പറഞ്ഞിരിക്കുന്നത്? ഒരു ക്വാഡ്രിലാറ്ററൽ. ഇതിനെന്താ പ്രത്യേകത? ഇതിൻ്റെ സ്ക്വയർ കോർണറുകൾ എന്ന് പറയുന്നത് ഈ റൈറ്റ് ട്രയാങ്കിളിൻ്റെ മിഡ് പോയിന്റ്സുകളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണ് തെളിയിക്കേണ്ടത്? പ്രൂവ് ദാറ്റ് ദിസ് ക്വാഡ്രിലാറ്ററൽ ഈസ് എ റെക്റ്റാങ്കിൾ. ഈ ക്വാഡ്രിലാറ്ററൽ റെക്റ്റാങ്കിൾ ആണ് എന്ന് തെളിയിക്കണം അല്ലേ. അപ്പോൾ ഇതിൽ നമുക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ വേഗം എഴുതി വയ്ക്കുക അല്ലേ. എന്തൊക്കെ അറിയാം? റൈറ്റ് ട്രയാങ്കിൾ ABCയിലെ DE and F ആർ മിഡ് പോയിന്റ്സ് ഓഫ് AB, AC and BC അറിയാം അല്ലേ. ഇനി എന്താ അറിയുന്നത്? അതായത് ഏത് ട്രയാങ്കിളിൻ്റെയും 2 സൈഡുകളുടെ മിഡ് പോയിന്റ് ജോയിൻ ചെയ്തു വരുന്ന ലൈൻ മൂന്നാമത്തെ സൈഡിൻ്റെ ഹാഫ് ആണ് എന്നറിയാം അല്ലേ. അപ്പോൾ എങ്ങനെ എഴുതാം? DE = ½ BC എന്ന് എഴുതാം അല്ലേ. DE = ½ BC. Therefore ½ BC ആണെങ്കിൽ എന്താ പ്രത്യേകത? DE = BF. DE പാരലൽ ടു എന്താണ്? DE പാരലൽ ടു BF അങ്ങനെ എഴുതാം അല്ലേ. ഇനി അങ്ങനെയാണെങ്കിൽ ഇനി ഇത് റൈറ്റ് ട്രയാങ്കിളാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മിഡ് പോയിന്റുകളാണ് ജോയിൻ ചെയ്തത്, പാരലലും ആണ്. അപ്പോൾ എന്താണ്? ഓൾ ദ ആംഗിൾസ് ആർ 90 ഡിഗ്രി അല്ലേ. അപ്പോൾ എങ്ങനെ എഴുതാം? DB = EF, DB പാരലൽ ടു EF and all the angles are 90 degree. Therefore BDEF is a rectangle അല്ലേ. ഒരു റെക്റ്റാങ്കിൾ ആവണമെങ്കിൽ നമുക്ക് എന്തുണ്ടായാൽ മതി? പാരലൽ സൈഡ്സ് ആവണം, പിന്നെന്താണ്? ഓപ്പോസിറ്റ് സൈഡുകൾ ഈക്വൽ ആവണം, 90 ഡിഗ്രി ഓൾ ആംഗിൾസ് വരണം. ഇനി ഇതിൽ B ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ഈസ് ദ ഏരിയ ഓഫ് ദ റെക്റ്റാങ്കിൾ അല്ലേ. എന്താണ് ഏരിയ ഓഫ് ദ റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത്? ഏരിയ ഓഫ് ട്രയാങ്കിളിൻ്റെ എത്ര പാർട്ടാണ്? അപ്പോൾ രണ്ടിൻ്റെയും എന്ത് കണ്ടുപിടിക്കണം? ഏരിയ കണ്ടുപിടിക്കണം. നമുക്കിവിടെ ഓൾറെഡി എന്തുണ്ട്? സൈഡുകളൊക്കെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. പിന്നെ ട്രയാങ്കിളിൻ്റെ ഏരിയ എങ്ങനെയാണ്? ½ BH അല്ലേ. അപ്പോൾ എന്ത് എഴുതണം? ഇൻ ട്രയാങ്കിൾ ABC, AB എത്രയാണ്? 2y, BC 2x. ഏരിയ ഓഫ് ട്രയാങ്കിൾ ഈക്വൽ ടു എന്താണ്? ½ BH = ½ ഇൻറ്റു ബേസ് എത്രയാണ്? 2x ആണ്, ഇൻറ്റു ഹൈറ്റ് എത്രയാണ്? 2y ഈക്വൽ ടു 2 × 2 ക്യാൻസൽ ആയി പോയി അല്ലേ. ബാക്കി എത്ര വരും? 2xy. ഇനി ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് അല്ലേ. ഇതിലത്തെ ലെങ്ത്തും ബ്രെഡ്ത്ത് എത്രയാണ്? x ഉം y ആണ്. x × y xy. ഇനി ഇതിൻ്റെ പ്രത്യേകത എന്താ? ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ XY യും ഇത് 2xy ആണ്. അപ്പോൾ റെക്റ്റാങ്കിളിൻ്റെ 2 ടൈംസ് ആണ് ഇത്, അല്ലെങ്കിൽ ഏരിയ ഓഫ് ട്രയാങ്കിളിൻ്റെ ഹാഫ് ആണ് റെക്റ്റാങ്കിൾ എന്ന് പറയാം. അപ്പോൾ എങ്ങനെ എഴുതാം? Therefore ഏരിയ ഓഫ് ദ റെക്റ്റാങ്കിൾ ഈസ് half the area of the triangle. Fourth question. അപ്പോൾ ഇവിടെ ട്രയാങ്കിൾ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ABC എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കൊടുത്തിരിക്കുന്ന ക്വാഡ്രിലാറ്ററലിന്
എന്താണ് EFGH എന്നും പേര് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലോട്ടൊന്നുകൂടെ പോവാം. എന്താണ് സെക്കൻഡ് വൺ ഷോസ് ദ ക്വാഡ്രിലാറ്ററൽ ഫോം ബൈ ജോയിനിങ് ദ മിഡ് പോയിന്റ്സ് ഓഫ് ദ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡ് ഓഫ് ദിസ് ട്രയാങ്കിൾസ്. എന്താണ് തന്നിരിക്കുന്നത്? ഈ ട്രയാങ്കിളിൻ്റെ ലെഫ്റ്റ് റൈറ്റും സൈഡുകളെ യോജിപ്പിച്ചുകൊണ്ട് അല്ലേ, മിഡ് പോയിന്റുകളെ യോജിപ്പിച്ചുകൊണ്ടാണ് ഈ രണ്ട് ട്രയാങ്കിളിൻ്റെയും മിഡ് പോയിന്റുകളെ യോജിപ്പിച്ചുകൊണ്ടാണ് ഈ ക്വാഡ്രിലാറ്ററൽ ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലേ. ഇനി നമ്മളോട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? പ്രൂവ് ദാറ്റ് ദിസ് ക്വാഡ്രിലാറ്ററൽ ഈസ് എ പാരലലോഗ്രാം. എന്താണ് ഇത്? പാരലലോഗ്രാം ആണ് എന്ന് തെളിയിക്കണം അല്ലേ. അപ്പോൾ പാരലലോഗ്രാം ആവണമെങ്കിൽ എന്ത് വേണം? പാരലലും ആവണം, ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആവണം, ഈക്വൽ ആവണം അല്ലേ. അപ്പോൾ ഇനി നമുക്ക് തുടങ്ങാം. എന്താണ്? ഇൻ ട്രയാങ്കിൾ ABC H and G ആർ മിഡ് പോയിന്റ്സ് ഓഫ് AC and BC. ഇനി മിഡ് പോയിന്റ്സ് ഓഫ് AC and BC ആണെന്ന് പറഞ്ഞു. ഇനി എന്താണ് പ്രത്യേകത? സൈഡുകളുടെ മിഡ് പോയിന്റ് ജോയിൻ ചെയ്തു വരുന്ന ലൈൻ എന്ന് പറയുന്നത് തേർഡ് സൈഡിൻ്റെ ഹാഫ് ആയിരിക്കും അല്ലേ. അപ്പോൾ ഹാഫുമായിരിക്കും പാരലലും ആയിരിക്കും അല്ലേ. അപ്പോൾ എങ്ങനെ എഴുതാം? HG പാരലൽ ടു AB ആൻഡ് HG ഈക്വൽ ടു ഹാഫ് AB. ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. ഇനി അടുത്ത ട്രയാങ്കിൾ എടുത്ത് നോക്കാം. ഏതാണ്? ട്രയാങ്കിൾ ABD എടുത്തു നോക്കി. ഇതിനെന്താണ്? ഇതേപോലെ തന്നെ അല്ലേ. ഏതാണ്? Eയും F ആണ് അല്ലേ മിഡ് പോയിന്റ്. ഏതിൻ്റെ? ADയുടെയും BDയുടെയും. ഇനി മിഡ് പോയിന്റ് ജോയിൻ ചെയ്ത് വരുന്ന ലൈന് തേർഡ് സൈഡിൻ്റെ ഹാഫ് ആയിരിക്കും. അപ്പം നമ്മൾ ഹാഫും പാരലലും ആയിരിക്കും. അപ്പോൾ എങ്ങനെ എഴുതാം? EF പാരലൽ AB EF ഈക്വൽ ടു ഹാഫ് AB. ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്തു. അപ്പോൾ ഇതിൽ കോമൺ ആയിട്ടുള്ളതാണ് എന്ത്? ഈ AB എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഹാഫാണ് ഇതും ഇതും. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഫ്രം ഇക്വേഷൻ 1 and 2 HG പാരലൽ ടു EF, HG ഈക്വൽ ടു EF. Therefore, EFGH is a parallelogram. The second വരുന്നത് എന്താ? Describe the positions of the points on top for this quadrilateral to be rhombus, rectangle, square. എന്താണ്? ഈ ക്വാഡ്രിലാറ്ററൽ റോംബസോ റെക്റ്റാങ്കിളോ സ്ക്വയറോ ആവണമെങ്കിൽ നമ്മൾ ഈ പോയിൻറ്റ്സിലൊക്കെ എന്ത് ചേഞ്ച് ചെയ്താലാണ് ആവാന്ന്? റോംബസ് ആവണമെങ്കിൽ നമുക്കറിയാം എന്താണ്? ഓൾ സൈഡ്സ് ആർ ഈക്വൽ, ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ അല്ലേ. എല്ലാ സൈഡും ഈക്വലും ആവണം, ഓപ്പോസിറ്റ് സൈഡ്സ് പാരലലും ആവണം അല്ലേ. ഇനി നമ്മൾ നോക്കിയേ, ഈ ട്രയാങ്കിൾ ADC എടുത്തു. ADCയുടെ പ്രത്യേകത എന്താ? HE എന്ന് പറയുന്നത് DCയുടെ ഹാഫാണ് അല്ലേ. അതേപോലെ ഇവിടെ BDC എന്ന് പറയുമ്പോൾ FG എന്ന് പറയുന്നത് DCയുടെ ഹാഫാണ്. അതായത് ഇത് HEയും FGയും ഈക്വലാണ്. ഇതുപോലെ തന്നെയല്ലേ ഇവിടെയും വരണത്. അതായത് ഈ ഇതിൻ്റെ ABC എന്ന് പറയുന്നത് എടുക്കുകയാണെങ്കിൽ ഇവിടെ ഈ EF എന്ന് പറയുന്നത് ABയുടെ ഹാഫാണ്. അതുപോലെ HG എന്ന് പറയുന്നതും ABയുടെ ഹാഫാണ്. അപ്പോൾ ഇവിടെയും ഈ HGയും EFും ഈക്വലാണ്. അങ്ങനെയാണെങ്കിൽ ഈ DC എന്ന് പറയുന്നതും AB എന്ന് പറയുന്നതും ഈക്വലാണെങ്കിൽ നമ്മളുടെ എല്ലാ സൈഡും ഈക്വൽ ആവില്ലേ. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതാം? ട്രയാങ്കിൾ ADCയിലെ HE പാരലൽ DC ആൻഡ് HE ഈക്വൽ ടു ഹാഫ് DC. ഇൻ ട്രയാങ്കിൾ BDC FG പാരലൽ DC ആൻഡ് FG ഈക്വൽ ടു ഹാഫ് DC. Therefore, HE equal to FG, HE parallel FG. If DC equal to AB, half DC equal to half AB equal to EF. Therefore, HE equal to EF equal to FG equal to HG. That is, when AB equal to DC, we get rhombus. ഇനി ഇവിടെ ഈ ഫിഗർ ഒരു റെക്റ്റാങ്കിൾ ആവണമെങ്കിൽ എന്തായിരിക്കണം? 4 റൈറ്റ് ആംഗിൾസ് വരണം, ദെൻ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആവണം. ഇനി ഇതിൽ EF എന്ന് പറയുന്നത് എന്താണ്? ഹാഫ് AB ആണ് അല്ലേ. അതേപോലെ HG എന്ന് പറയുന്നത് എന്താണ്? ഹാഫ് AB ആണ്, പാരലലും ആണ് അല്ലേ. ഇതുപോലെ HEയും FGയും പാരലലും ആണ്, എന്താണ്? ഹാഫ് DCയുമാണ് അല്ലേ. ഇനി അപ്പോൾ നമുക്ക് ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണെന്ന് കിട്ടി.
ഇനി എന്താണ്, പെർപെൻഡിക്കുലർ ആയിരിക്കണം അല്ലേ. 4 ആംഗിൾസും പെർപെൻഡിക്കുലർ ആവണമെങ്കിൽ എന്ത് വേണം, ഈ ഡി സി എന്ന് പറയുന്നത് എ ബിക്ക് പെർപെൻഡിക്കുലർ ആയാൽ മതി അല്ലേ. അപ്പോൾ എങ്ങനെയാണ്, ഡി സി പെർപെൻഡിക്കുലർ ടു എ ബി വന്നിട്ടുണ്ടെങ്കിൽ ഇതിന് പാരലായിട്ട് വരുന്നതാണ് ഏതൊക്കെ, എഫ് ജിയും എച്ച് ഇ ജിയും ഒക്കെ അല്ലേ. അപ്പോൾ ഈ ആംഗിൾസും എന്താവും, പെർപെൻഡിക്കുലർ ആവും അല്ലേ. അപ്പോൾ എങ്ങനെ എഴുതാം, ഇഫ് ഡി സി പെർപെൻഡിക്കുലർ ടു എ ബി ദെൻ ഇ എഫ് പെർപെൻഡിക്കുലർ ടു എച്ച് ഇ, ഇ എഫ് പെർപെൻഡിക്കുലർ ടു എഫ് ജി, എച്ച് ജി പെർപെൻഡിക്കുലർ ടു എഫ് ജി ആൻഡ് എച്ച് ജി പെർപെൻഡിക്കുലർ ടു എച്ച് ഇ എന്ന് നമുക്ക് കിട്ടും അല്ലേ. 4 ആംഗിൾസും പെർപെൻഡിക്കുലർ ആണെന്ന് കിട്ടും. അതായത് ഓൾ ആംഗിൾസ് ആർ 90 ഡിഗ്രി ഈച്ച്. ദെൻ therefore നമുക്ക് എങ്ങനെ എഴുതാം, വെൻ ഡി സി പെർപെൻഡിക്കുലർ ടു എ ബി വി ഗെറ്റ് റെക്റ്റാങ്കിൾ. ദെൻ സ്ക്വയർ ആവണമെങ്കിൽ, സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ, ഓൾ സൈഡ്സ് ആർ ഈക്വൽ ആൻഡ് പെർപെൻഡിക്കുലർ ആണ് അല്ലേ. അപ്പോൾ എന്താവണം, സ്ക്വയർ ആവണമെങ്കിൽ ഇപ്പം നമ്മൾ പെർപെൻഡിക്കുലർ, റെക്റ്റാങ്കിളിൻ്റെ കേസിൽ പെർപെൻഡിക്കുലർ ആവണമെങ്കിൽ എന്താവണം എന്ന് പറഞ്ഞു, ഡി സി പെർപെൻഡിക്കുലർ ടു എ ബി ആയാൽ മതി എന്ന് പറഞ്ഞു. അതുപോലെ നമ്മൾ നേരത്തെ റോംബസിൻ്റെ തൊട്ട് മുൻപ് എഴുതിയില്ലേ, റോംബസിൻ്റെ എല്ലാ സൈഡും ഈക്വൽ ആവണമെങ്കിൽ എന്ത് വേണം, എ ബി ഈക്വൽ ടു ഡി സി ആവണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ 2 കണ്ടീഷനും ഒരുമിച്ച് വന്നാൽ അതെന്തായി, സ്ക്വയറായി. അപ്പോൾ എങ്ങനെ എഴുതണം, വെൻ എ ബി ഈക്വൽ ടു ഡി സി പെർപെൻഡിക്കുലർ ടു എ ബി വി ഗെറ്റ് എ സ്ക്വയർ. ഇതിലെ 3rd ക്വസ്റ്റ്യൻ വരുന്നത് എന്താണ്, വുഡ് വി ഗെറ്റ് ഓൾ ദീസ് ഇഫ് 1 പോയിന്റ് ഈസ് ടേക്കൺ എബവ് ദ ലൈൻ ആൻഡ് 1 ബിലോ. ഒരു പോയിന്റ് വരയുടെ മുകളിലും ഒരു പോയിന്റ് താഴെയുമായിട്ട് എടുത്താലും ഇതെല്ലാം ശരിയാകുമോ? നമുക്ക് ഈ പിക്ചറിലേക്ക് പോകാം. ഇവിടെ എങ്ങനെയാണ്, ഈ ലൈനിൻ്റെ മുകളിലേക്കാണ് ഇവിടെ 2 പോയിന്റ് മാർക്ക് ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇനി നമ്മളുടെ അടുത്ത ക്വസ്റ്റ്യനിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഒരു പോയിന്റ് മുകളിലേക്കും ഒരു പോയിന്റ് താഴേക്കും മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞ റെക്റ്റാങ്കിളിൻ്റെയും സ്ക്വയറിൻ്റെയും റോംബസിൻ്റെയും ഒക്കെ കണ്ടീഷൻസ് ശരിയാകുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് അങ്ങനെ 2 പോയിന്റും ഒന്ന് മുകളിലും ഒന്ന് താഴെയായിട്ട് മാർക്ക് ചെയ്ത് വരയ്ക്കാം. അപ്പോൾ മാർക്ക് ചെയ്യുമ്പോൾ എങ്ങനെ വരിക, എ ബിയുടെ മുകളിൽ സി പോയിന്റ് കൊടുത്തു, ഇവിടെ എ ബിയുടെ താഴെ ഡി പോയിന്റ്, ഒരു പോയിന്റ് മുകളിലും ഒരു പോയിന്റ് താഴെയിട്ട് കൊടുത്തു. ഇനി നമ്മളുടെ ഓരോ കണ്ടീഷനും നോക്കി നോക്കാം അല്ലേ. നമ്മളുടെ റോംബസിൻ്റെ കണ്ടീഷൻ എന്തായിരുന്നു, ഇഫ് എ ബി ഈക്വൽ ടു ഡി സി വി ഗെറ്റ് റോംബസ് എന്നായിരുന്നു അല്ലേ. അതായത് എ ബിയും ഡി സിയും ഈക്വൽ ആണെങ്കിൽ ഈ തന്നിരിക്കുന്നത് റോംബസ് ആകുമോ എന്നാണ് പറഞ്ഞിരുന്നത് അല്ലേ. അപ്പോൾ എന്താണ്, എ ബിയും ഡി സിയും ഈക്വൽ ആകുമ്പോൾ എ ബിയുടെ ഹാഫ് ആയിരിക്കും ഇത് അല്ലേ, ഈ 2 സൈഡ്, ഡി സിയുടെ ഹാഫ് ആയിരിക്കും ഈ 2 സൈഡ്. ഇത് രണ്ടും ഈക്വൽ എന്ന് പറയുമ്പോൾ 4 സൈഡ്സ് ഈക്വലായി അല്ലേ. അപ്പോൾ 4 സൈഡ്സ് ഈക്വലായി എന്ന് പറയുമ്പോൾ അതെന്താണ്, റോംബസ് ആണ്. അപ്പോൾ ആദ്യത്തെ കണ്ടീഷൻ നമ്മുടെ സാറ്റിസ്ഫൈ ആയി, റോംബസ് ആവാം അല്ലേ. ആദ്യത്തെ കണ്ടീഷൻ പ്രകാരം ഇത് റോംബസ് ആവാം. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ എന്തായിരുന്നു, റെക്റ്റാങ്കിളിന് നമ്മൾ എന്താ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത്, വെൻ ഡി സി പെർപെൻഡിക്കുലർ ടു അല്ലേ, എന്താ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത്, വെൻ ഡി സി പെർപെൻഡിക്കുലർ ടു എ ബി വി ഗെറ്റ് റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഡി സിയും എ ബിയും പെർപെൻഡിക്കുലർ ആയിട്ടുണ്ടെങ്കിൽ, ഡി സിയും എ ബിയും പെർപെൻഡിക്കുലർ ആയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പാരലലായിട്ട് വരുന്ന ലൈനുകളും എന്തായിരിക്കും, പെർപെൻഡിക്കുലർ ആയിരിക്കും അല്ലേ. ഏതാ, എച്ച് ഇയും എഫ് ജിയും പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പോൾ എന്തായിരിക്കും, ഇവിടെയൊക്കെ നമുക്ക് എന്ത് കിട്ടും, 90 ഡിഗ്രി കിട്ടും അല്ലേ. പിന്നെ എന്താണ്, ഓപ്പോസിറ്റ് സൈഡ്സ് നമുക്കറിയാം എന്താണ്, ഇത് ഹാഫ് എ ബി ആണെന്നറിയാം, ഇതും ഹാഫ് എ ബി ആണ്, ഇത് ഹാഫ് ഡി സി ആണ്, ഇത് ഹാഫ് ഡി സി ആണെന്നറിയാം. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ്. അപ്പോൾ റെക്റ്റാങ്കിളിൻ്റെ കണ്ടീഷനും നമുക്കിവിടെ ഓക്കെ ആണ്. ഇനി അടുത്തത് എന്തായിരുന്നു, സ്ക്വയറിൻ്റെ കണ്ടീഷൻ എന്തായിരുന്നു, വെൻ എ ബി ഈക്വൽ ടു ഡി സിയും ഡി സി പെർപെൻഡിക്കുലർ ടു എ ബിയും ആണെങ്കിൽ സ്ക്വയർ കിട്ടും എന്നായിരുന്നു അല്ലേ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ എ ബിയും ഡി സിയും ഈക്വൽ ആണെങ്കിൽ നമ്മൾ ഇതിപ്പോൾ പറഞ്ഞു അല്ലേ, റോംബസിൻ്റെ ഇക്വേഷനിൽ പറഞ്ഞു ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണെന്ന് പറഞ്ഞു. അതുപോലെ ഡി സി എ ബിയും പെർപെൻഡിക്കുലർ ആണെങ്കിൽ എല്ലാ ആംഗിൾസും 90 ഡിഗ്രി കിട്ടുമെന്നും പറഞ്ഞു. അപ്പോൾ ഇതും ഈ പിക്ചറിൽ നമുക്ക് എന്താണ്, ഈ ഫിഗറിൽ ഓക്കെയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, യെസ് വി ഗെറ്റ് ഓൾ ദീസ് ഇഫ് 1 പോയിന്റ് ഈസ് ടേക്കൺ എബവ് ദ ലൈൻ ആൻഡ് 1 ബിലോ. Fifth question, prove that the quadrilateral formed by joining the midpoints of any quadrilateral is parallelogram. എന്താണ് പറയുന്നത്,
മിഡ് പോയിന്റ്സ് ഓഫ് എനി ക്വാഡ്രിലാറ്ററൽ അല്ലേ, ഒരു ക്വാഡ്രിലാറ്ററലിൻ്റെ മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്ത് വരച്ചിരിക്കുന്നത് അല്ലേ, ഇത് ഒരു പാരലലോഗ്രാം ആണെന്ന്. അപ്പോൾ ഇപ്പോൾ നമ്മളിവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലെ PQRS എന്ന് പറയുന്നത് ഒരു പാരലലോഗ്രാം ആണ് എന്ന് നമ്മൾ തെളിയിക്കണം. അപ്പം നമുക്ക് എന്തൊക്കെ അറിയാം? ABCD എന്ന് പറയുന്നത് ഒരു ക്വാഡ്രിലാറ്ററലാണ് അല്ലേ. അതിലെ PQRS എന്ന് പറയുന്നത് ഈ ക്വാഡ്രിലാറ്ററലിൻ്റെ മിഡ് പോയിന്റ്സ് ആണ്. ഇനി AC എന്ന് പറയുന്നതും BD എന്ന് പറയുന്നതും രണ്ട് ഡയഗണലുകളാണ്. ഇതിൽ നമുക്ക് ആദ്യം ട്രയാങ്കിൾ ACD എടുക്കാം. ഏതാണ് ഈ ACD? ഈ പാർട്ട് എടുത്തു അല്ലേ. ഈ ACD ഒരു ട്രയാങ്കിളായിട്ട് എടുക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിയാം? ACD എന്ന് പറയുന്നത് ട്രയാങ്കിൾ ആവുമ്പോൾ ഈ PS എന്ന് പറയുന്നത് ഈ ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡുകളെ യോജിപ്പിച്ച് വരുന്ന അല്ലേ, മിഡ് പോയിന്റുകളെ യോജിപ്പിച്ച് വരുന്ന ലൈനാണ്. അപ്പോൾ ഇത് ACയുടെ ഹാഫ് ആണെന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ അതെങ്ങനെ ചെയ്താ? ഇൻ ട്രയാങ്കിൾ ACD PS പാരലൽ ടു AC ആൻഡ് PS ഈക്വൽ ടു ഹാഫ് AC. ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. ഓക്കെ, ഇനി നെക്സ്റ്റ് എടുക്കാം. ഏതാണ്? ട്രയാങ്കിൾ BAC എടുത്തു. ഈ BAC എടുക്കുമ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ഇവിടെയും കിട്ടും അല്ലേ. Qയും R എന്ന് പറയുന്നത് എന്താ? ABയുടെയും BCയുടെയും മിഡ് പോയിന്റ്സിന് ജോയിൻ ചെയ്ത് വരുന്ന ലൈനാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് ACയുടെ ഹാഫാണ്. അപ്പോൾ അത് നമ്മളെങ്ങനെ എഴുതി? QR പാരലൽ ടു AC ആൻഡ് QR ഈക്വൽ ടു ഹാഫ് AC. ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്തു. അപ്പോൾ ഇതിൽ നമുക്ക് എന്തൊക്കെ ഇപ്പോൾ കിട്ടി? ഇക്വേഷൻ നമ്പർ 1ഉം 2ഉം കൂടിയിട്ട് കമ്പൈൻ ചെയ്ത് നോക്കുക. എന്തൊക്കെ കിട്ടിയത്? PSഉം QRഉം ഏതിന് പാരലലാണ്? ACക്ക് പാരലലും ആണ്, ഈക്വലും ആണ് എന്ന് കിട്ടി അല്ലേ. അപ്പോൾ എങ്ങനെ എഴുതാം? ഫ്രം ഇക്വേഷൻ 1 and 2 PS equal to QR and PS parallel to QR. Therefore, PQ equal to SR and PQ parallel to SR. So, PQRS is a parallelogram. ഇതിൽ തന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? എക്സ്പ്ലെയിൻ വാട്ട് ഷുഡ് ബി ദ ഒറിജിനൽ ക്വാഡ്രിലാറ്ററൽ ടു ഗെറ്റ് ദ ഇന്നർ ക്വാഡ്രിലാറ്ററൽ ആസ് റോംബസ്, റെക്റ്റാങ്കിൾ, സ്ക്വയർ. ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? അതായത് ഈ മിഡ് പോയിന്റ് ജോയിൻ ചെയ്ത് വരച്ചിരിക്കുന്ന ഈ PQRS എന്ന് പറയുന്നത് ഒരു റോംബസ് ആവണമെങ്കിൽ എങ്ങനെ എന്ത് ചേഞ്ച് വരുത്തണം, അല്ലെങ്കിൽ ഈ ഒറിജിനൽ ക്വാഡ്രിലാറ്ററൽ എന്തായാലാണ് നമുക്കിവിടെ റോംബസ് കിട്ടുകയെന്ന് അല്ലേ. അപ്പോൾ നോക്കി നോക്കാം എന്താണ്. ഈ PQ പാരലൽ ടു BD നമുക്കറിയാം അല്ലേ. PQയും BDയും പാരലലാണെന്നറിയാം. പിന്നെ എന്താ പറയുക? അതുകൊണ്ട് തന്നെ PQ ഈക്വൽ ടു ഹാഫ് BD. ദെൻ SR പാരലൽ ടു BD അല്ലേ. അപ്പോൾ SRഉം ഈക്വൽ ടു ഹാഫ് BD. ഇത്രയും നമുക്കറിയാം. ഇനി റോംബസ് ആകുമ്പോൾ എന്താണ് പ്രത്യേകത? റോംബസിൻ്റെ എല്ലാ സൈഡുകളും ഈക്വൽ ആവണം അല്ലേ, എന്നാലാണ് റോംബസ് ആവുക. ഇനി നമ്മൾ ACയും BDയും ഈക്വൽ ആണെങ്കിൽ അല്ലേ, അതായത് ഇപ്പം നമ്മൾ പറഞ്ഞത് എന്താ? ഹാഫ് BC ആണ്. ഏത്? ഹാഫ് BD എന്ന് പറയുന്നതാണ് എന്ത്? ഈ PQവും SRഉം അല്ലേ. അപ്പോൾ ഈ AC ഹാഫ് AC ആണ് ഏത് വരുന്നത്? PSഉം QRഉം വരുന്നത്. അപ്പോൾ ACയും BDയും ഈക്വൽ ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സൈഡുകളും ഈക്വൽ ആവും അല്ലേ. അപ്പോൾ എങ്ങനെ എഴുതാം? ഇഫ് വി ടേക്ക് AC ഈക്വൽ ടു BD, half AC equal to half BD. Therefore, PS equal to PQ equal to QR equal to SR. So, PQRS is a rhombus. ഇനി B എന്താണ്? റെക്റ്റാങ്കിൾ എങ്ങനെയാവാന്ന് അല്ലേ. നമ്മൾ ഇത് കുറച്ച് മുൻപ് ചെയ്ത പോലെ തന്നെയാണ് അല്ലേ. എന്താണ്? റെക്റ്റാങ്കിൾ ആകണമെങ്കിൽ 4 പെർപെൻഡിക്കുലേഴ്സ് ആയാൽ മതി അല്ലേ, റൈറ്റ് ആംഗിൾസ് ആയാൽ മതി അല്ലേ. അപ്പോൾ എങ്ങനെയാണ്? ഡയഗണൽസ് ഓഫ് എ റോംബസ് ആർ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് അല്ലേ. എന്താണ്? ഒരു റോംബസിൻ്റെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റോംബസ് ആക്കിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഒരു റോംബസ് ആണെങ്കിൽ അതിൻ്റെ ഡയഗണൽസ് എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ആയിരിക്കും അല്ലേ. ഇഫ് AC പെർപെൻഡിക്കുലർ ടു BD, AC BDയും പെർപെൻഡിക്കുലർ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? AC പെർപെൻഡിക്കുലർ BD ആണെങ്കിൽ ദെൻ PS പെർപെൻഡിക്കുലർ ടു PQ ആയിരിക്കും അല്ലേ. ACയും BDയും പെർപെൻഡിക്കുലർ ആണെങ്കിൽ PSഉം PQയും പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പോൾ therefore PQRS is a rectangle. ദെൻ C എന്താ പറഞ്ഞിരിക്കുന്നത്? സ്ക്വയർ എങ്ങനെയാണെന്ന് അല്ലേ ആവുന്നത്? എങ്ങനെയാണ്?
എ സി സ്ക്വയറിൻ്റെ പ്രത്യേകത എന്താ? റൈറ്റ് ആംഗിൾസ് ആവാൻ വേണം, എല്ലാ ആംഗിൾസും 90 ഡിഗ്രി ആവണം, എല്ലാ സൈഡ് ഈക്വലും ആവണം. ഇഫ് എ സി ഈക്വൽ ടു ബി ഡി, എ സിയും ബി ഡിയും ഈക്വൽ ആവുകയും എ സി പെർപെൻഡിക്കുലർ ടു ബി ഡി ആവുകയും ആണെങ്കിൽ ദെൻ പി എസ് ഈക്വൽ ടു പി ക്യു ആൻഡ് പി എസ് പെർപെൻഡിക്കുലർ ടു പി ക്യു, ക്യു ആർ ഈക്വൽ ടു എസ് ആർ ആൻഡ് ക്യു ആർ പെർപെൻഡിക്കുലർ ടു എസ് ആർ അല്ലേ? എല്ലാ സൈഡും എല്ലാ ആംഗിൾസും 90 ഡിഗ്രിയും ആയിരിക്കും. Therefore PQRS is a square.